ഇപ്പൊ ഇലക്ഷന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്തായിടാ? ഒരു റൗണ്ടേ നിങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ ഞാൻ പോയി കണ്ടു. ഇപ്പൊ രണ്ടാം റൗണ്ടൊക്കെ ഞാൻ മെയ്തീനും കൂട്ടിക്കാണ്ട് ചില സ്ഥലങ്ങളൊക്കെ പോവാണ്ട് അതിന് വേണ്ടിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. രണ്ടാം റൗണ്ടില് ഇജും മെയ്തീനും മാത്രം പോയാൽ മതി. ഇലക്ഷന്റെ ഒരാഴ്ച മുമ്പ് എല്ലാരും പാടെ കൂട്ടിയിട്ട് ഇളക്കി മറിച്ച് എല്ലായിടത്തും എത്തണം. അപ്പോളെ എല്ലാവരുടെ മനസ്സിലും നമ്മളെ കാര്യം ഉണ്ടാവും. അതങ്ങനെ തന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അല്ലടാ, നോമിനേഷൻ ഇപ്പൊ എന്നാ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്? നാളെയാണ് ഇപ്പൊ നോമിനേഷൻ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. തോന വണ്ടിയാളേറ്റ് പോണം. പഞ്ചായത്തിന്റെ അവിടെ അങ്ങോട്ട് ബ്ലോക്ക് ആവണം. അമ്മറാജിന്റെ മോനാണ് നോമിനേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ള അവിടെയുള്ള ജനങ്ങളോട് പറയണം. അതങ്ങനെ ചെയ്യപ്പ. ചെക്കന്മാരോടെ പോസ്റ്ററുകളൊക്കെ എല്ലായിടത്തും ഒട്ടിക്കാൻ പറയോണ്ടി. പിന്നെ മറ്റേ പാർട്ടിന്റെ സ്ഥാനാർത്ഥിനെ തീരുമാനിക്കണം. അതിപ്പോ ഞാൻ പറഞ്ഞു കേട്ടതേ 90% ബീരാങ്കാന്റെ അബ്ബാസ് അയിക്കാരം എന്നാണ്. ഔ, ആ ചെക്കനാണടാ. ഓനാണെങ്കി ക്ഷീണാവോലോ ഞമ്മക്ക്. മെയ്തീനും എന്നോട് ഈ വർത്താനം തന്നെ പറഞ്ഞത്. ഓനാണ് നമ്മളെ ഈ വാർഡിലെ എല്ലാ കാര്യത്തിലും ഇടപെടും, എല്ലാവരുടെ കാര്യം നോക്കും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നോടത് പറഞ്ഞത്. ആ ചെക്കന്റെ ബാക്കിൽ ആരാന്നുള്ളത് എനിക്കറിയോ? ഓന്റെ ബാക്കിലേ നമ്മളാ താമ്യാണ്. മെയ്തീനോട് പറഞ്ഞതേ ഓൻ എന്തെങ്കിലും കൊടുത്താ കൊണ്ട് മറിയുന്നുള്ളതാണ്. മെനക്കടണ്ടോ? മറിയില്ല. ഞാൻ സ്ഥാനാർത്ഥിയായി നിന്നിനാലത്തെ ഓന്റെ അച്ഛനെ മറിച്ചിടാൻ വേണ്ടി ഞാൻ പല വജും നോക്കിയതാണ്. ഓലൊക്കെ പാർട്ടിന്റെ ഉറച്ച ആൾക്കാരാണ്. ഇപ്പൊ എന്താപ്പ നമ്മള് ചെയ്യാ? ഇജ്ജ് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. അതിനുള്ള ബഡ്ജ് ഞാൻ കണ്ടക്കണു. അത് ഞാൻ നോക്കിക്കോളാം. മെയ്തീനെ ഇന്നടെ കാത്തുക്കുണ്ടാവും. കുറെ നേരമായി. എന്നാ പോട്ടപ്പ. ഞാൻ വണ്ടിന്റെ ഏശൊക്കെ ഓഫായിക്കാണ്ടേ ക്ലാസ് ഒക്കെ താത്തിക്കാണ്ടേ എല്ലാരും എന്നെ കാണട്ടെ. ആയിക്കോട്ടെ. ഇതാ മനസ്സാ ചായ. പേപ്പറത്ത് മുഴുവൻ വായിച്ച് തീർന്നിട്ടില്ലേ? രാവിലെ തുടങ്ങിക്കണേലാ. പത്രത്തിലെ വിവരേ മുഴുവൻ അരിച്ചു പൊറുക്കി ഞാൻ വായിച്ചു. അതൊന്നും അറിഞ്ഞില്ലെങ്കിലേ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. പേപ്പറിനെ പൈസ കൊടുക്കണീന് ഏതായാലും മുതലാവും. നിങ്ങൾ അത് മുഴുവനായി ഇന്ന് വായിച്ചു. വേറെ ആരും അത് തൊട്ട് വെക്കൂല. അല്ലെങ്കിലും ഇപ്പൊ കുട്ടിയാക്കൊന്നേ ഒന്ന് പേപ്പർ വായിച്ചു കണ്ട ഒരു വായനശീലല്ലോ. ഒരു മൊബൈലിൽ തോണ്ടി കുത്തർക്കല്ലേ. അല്ലേടി അബ്ബാസ് എടുക്കാൻ പോയി? അബ്ബാസ് ഇപ്പണ ഇറങ്ങിപ്പോയി. ഓന്റെ കൂട്ടുകാരന്മാർ ആരൊക്കെ വന്നീനു. ഓനെ ഇക്കുറിയെ നമ്മളെ വാർഡിൽ സ്ഥാനാർത്ഥി ആവുകയാണല്ലോ. ഞാൻ കണ്ടില്ലല്ലോ ഓൻ പോണ്ടത്. ഓ സ്ഥാനാർത്ഥിയായി നിക്കാണെങ്കിലേ ഇന്നോടൊന്ന് പറയണ്ടോന്. ഓൻ പോയപ്പോ നിങ്ങൾ അവിടെ കടക്കേനു. ഉറപ്പൊന്നും ആയിട്ടില്ല ഓൻ സ്ഥാനാർത്ഥിയായി നിക്കണത്. ഓനോട് സ്ഥാനാർത്ഥിയായി നിക്കണ്ടെന്ന് പറഞ്ഞാളെ. ആ അമ്മറാജിന്റെ ചെക്കനാണ് എതിര് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കിട്ടു. ഓലേറ്റൊന്നുമേ ഇവ മത്സരിച്ചണ്ട. അതിനെന്താ ഓൻ നിന്ന് വെച്ചിട്ട് ഓൻ ജയിച്ചും. ഓന് നമ്മളെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നാട്ടുകാർക്ക് മുഴുവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും വോട്ട് കൊടുക്കുവോനു. ഓൻ നിന്നാ ജയിച്ചൊക്കെ ചെജ്ജും. അത് ഇച്ചറിയാം. ഇവിടെ ഈ വാർഡിലെ എല്ലാ ആൾക്കാരെ പേപ്പറും കാര്യങ്ങളൊക്കെ നന്നാക്കി കൊടുക്കലൊക്കെ ഓൻ തന്നെയാണ്. ഇവിടെ ആദ്യമുള്ള ആ വാർഡ് മെമ്പർ ഒത്തിനും പറ്റിയില്ല. പിന്നെ ഇമ്മറാജിന്റെ ചെക്കനാണ് എതിര് സ്ഥാനാർത്ഥി. ഇമ്മറാജിന്റെ ബാപ്പുള്ള കാലത്ത് അവിടെ പണിയെടുക്കുന്നു ഞാൻ. എന്നിട്ട് ഓൽക്ക് എതിരായിട്ടൊരു നന്ദികേട് കാണിച്ചാൻ പറ്റുമോ? ഈ ഇരിക്കക്കൂല നിൽക്കുന്ന ഈ സ്ഥലം അതൊക്കെ 7 സെന്റ് സ്ഥലം അത് ഇമ്മറാജിന്റെ ബാപ്പ ഇച്ച് സൗജന്യമായിട്ട് തന്നതാണ്. അതിൽ വലിയ പേരാ എൻ്റെ മോൻ കയറ്റി. അത് ശരിയൊക്കെ തന്നെ ഈ കാര്യം. അതുകൊണ്ട് ഓനോട് അയാൾക്ക് എതിരായിട്ട് മത്സരിച്ചണ്ടെന്ന് പ്രത്യേകം പറഞ്ഞാളെ. അത് ഇന്നും ഇന്നലെ ഒന്നല്ല മനസ്സാ. പണ്ടത്തെ കാലല്ലേ. അന്ന് നിങ്ങൾ ഓലെ പേരിൽ നല്ലോണം പേറിയിട്ടുണ്ടാവും. അതിന് തന്നതേക്കാരോല്. അന്നത്തെ കാലത്ത് നബീസോ മുളന്റെ അരി കൊടുന്നിക്കാണ്ടാണ് എൻ്റെ അമ്മ അവിടെ കഞ്ഞി ചെയ്യുന്നത്. കഞ്ഞി കുടിച്ചാൻ പകലായിട്ട് അവിടെ പണിക്ക് പോകുമ്പോഴേ ഓരമ്മ തൻ്റെ ആ കഞ്ഞിൻ്റെ ചാതി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതൊന്നും മറന്നുകാണ്ട് അയാളോടൊരു നന്ദികേട് കാട്ടാൻ പറ്റൂല. ഓ അതിന് നിന്നിട്ടൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഓന് ആ പാർട്ടി കെട്ടി ഇങ്ങനെ നടക്കണ ആളൊന്നല്ല. ഓനോട് നമുക്ക് പറഞ്ഞു നോക്കാം. ഇത് നമ്മളെ ഇക്രിയാക്കാന്റെ വീടാണ്. അവിടെ ഒരു 5-6 ബോട്ട് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഞാൻ അവിടെ നിന്ന് കയറി വെക്കട്ടാ. എടാ എന്നോട് കാര്യം പറയാനുണ്ട്. ഓക്കെ, ഇതെന്തിനാ ചാമ്പക്ക പൊട്ടിച്ച പെരീന്ന്? ചാമ്പക്ക, അടക്കാപ്പായം, കുരുവോളിൻ്റെ പൊടി ഇതൊന്നും തൊള്ളിക്കിടരുത്. ഓല് ആറ്റ് നോറ്റുണ്ടാക്കുന്ന സാധനമാണ്. ബോട്ട് തുമ്പില്ലാതാവും. ഇജ പറഞ്ഞപ്പോ ഞാൻ പറയാൻ നിൽക്കുന്നു ഇവനോട്. ഇവൻ കാണ്ട് മുയ്യൊന്ന് ഉള്ളിപ്പൊത്തി തൊള്ളിലിടണേ. എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നേരത്തെ അൽബി കുട്ടിയാക്കാനോടും അയാളെ പെണ്ണുങ്ങളോടും പറഞ്ഞപ്പോ ഇജ മരുവോളായിട്ട് ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു.
അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ അയാളോട് പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യവും അയാൾ ശ്രദ്ധിക്കണേ ഇല്ല. അപ്പൊക്കെ അയാളെ ശ്രദ്ധ കൊടുക്കാറില്ല. എൻ്റെ അടുത്തേക്കും മരോടെ അടുത്തേക്കും. പൊന്നാര കുഞ്ഞുമോനെ, ഞാനും ഓളൊക്കെ ഒപ്പം പഠിച്ചതാ. ഞങ്ങൾ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ ആ സൗഹൃദം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഇഞ്ചി തെത്താനക്ക് തെത്താ തീരെ അന്തല്ലേ. ഇവിടെ ആളില്ലേ? മുർഷിദ ബെല്ലൊന്ന് അടിച്ചോക്ക്. ബെല്ലടിച്ചിട്ട് ആരും കാണുന്നില്ല മെയ്തീനെ. അതിപ്പോ ഒരേക്കാരം. ഓളോ ഞങ്ങൾ പിരിവിന് വന്നല്ല, അമ്മാനൊന്ന് വിളിച്ചാണ്. നല്ല കുട്ടിയല്ലേ. ഇമ്മ പിരിവിനല്ല നിങ്ങൾ വിളിച്ചിണ്ടേ. എൻ്റെ ഈ കോലം കണ്ടിട്ടാണേ ആൾക്കാർ പിരിവേരാൻ തെറ്റിദ്ധരിച്ചത്. ഇന്റെ കോലത്തിന് എന്തോ കുഴപ്പം? ഇജാ പറയണ മാരൊന്നല്ല. ഇതാണ്ട് വെച്ച എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങളായിരുന്നു? ഞാൻ പിരിവേന്ന് കരുതി. ഏതായാലും ഇവിടെ കേറിക്ക്. അല്ല, ഞങ്ങൾ കേറി ഇരിക്കല്ല, ഞങ്ങളേ ബോട്ട് വെക്കാൻ വന്നാണ്. ഇപ്പൊ ഇല്ല അവിടെ. ഇപ്പം ചക്കൻ കൂടി ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. ഇന്ന് മരവ് വേണ്ടേ. സിനുവ ഇവിടെ വാ. എന്നെ മനസ്സിലായോ? ഞാൻ ഉമ്മറാജിന്റെ മോനാണ്. ഞാനാണ് ഇക്കുറി ഇവിടുത്തെ സ്ഥാനാർത്ഥി. എൻ്റെ പേര് ഫാത്തിമ നാജാന്നല്ലേ? എനിക്ക് ഇവിടെ വോട്ടുണ്ടല്ലോ. ആ കാക്ക എനിക്ക് ഇവിടെ വോട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 4 വോട്ടില്ലേ? ബാക്കി നിങ്ങളെ കുടുംബത്തിലെ മൊത്തം വോട്ടും ചെയ്യിപ്പിക്കട്ടാ. ഞങ്ങളുടെ എല്ലാവരും കൂടെ ഇവിടെ 5 വോട്ടുണ്ട്. ഇക്ക ഇവിടെ നാട്ടിലില്ലാത്തോണ്ട് ഇക്കാന്റെ ഇപ്രാവശ്യം ഉണ്ടാവൂല. എല്ലാരും എനിക്ക് വോട്ട് ചെയ്യോണ്ടിട്ടാ. ഇക്കിരിയാക്കാനേ ഞാൻ അങ്ങാടിന്ന് കണ്ടോണ്ട് ഞാൻ ഇവിടെ വന്നിന്ന് പ്രത്യേകം പറയോണ്ടിട്ടാ. ഈ റോഡ് ഇങ്ങനെ നിങ്ങളെ 3-4 പേരേക്ക് പോണ റോഡല്ലേ? ഇത് പഞ്ചായത്ത് എഴുതി കൊടുത്തേക്കണ? അത് ഞങ്ങളെ മൂത്താപ്പാന്റെ അടുക്കും ഇളാപ്പാന്റെ അടുക്കുള്ള റോഡും കൂടെയാണ്. പഞ്ചായത്തേക്കൊന്നും എഴുതി കൊടുത്തിട്ടില്ല. ഇന്നാ ഈ റോഡേ ഇപ്പാനോടേ പഞ്ചായത്ത് കണ്ട് എഴുതി കൊടുക്കാൻ പറയും. 10 കൊല്ലം ഇപ്പൊ മറ്റേ പാർട്ടിക്കാർ ഭരിച്ചതല്ലേ? ഒന്നും നടന്നിട്ടില്ലല്ലോ. കുഞ്ഞുമോൻ ജയിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫണ്ട് ഈ റോഡാണ് കോൺക്രീറ്റ് ചെയ്യാം. ഞങ്ങൾ പോട്ടെ ട്ടാ, പറഞ്ഞ പോയിട്ടാ. മൈമാലിയെ ഇന്നലെ വന്ന മാക്സികളില്ലേ, അത് ബില്ലിട്ടതല്ലേ? അതാ റാക്കൊക്കെ കയറ്റി വെച്ചാളട്ടാ. ബില്ലൊക്കെ ഇട്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ശരിയാക്കിക്കോളാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അബ്ബാസ് എവിടുന്ന വരുന്നുണ്ട്? ഞാൻ പെരിയിൽ തന്നെ എന്റെ വാനോക്ക നിങ്ങളെ കാണിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. പെരി പോയപ്പോ നിങ്ങൾ അവിടെ ഉണ്ടാവില്ലല്ലോ, അപ്പൊ ഞാൻ പീടിക്ക് പോകുന്നത്. എന്തിയാടാ വിസയിച്ച് എന്തേലും ഉണ്ടാ? വിശേഷിച്ചൊന്നുമില്ല വാനോക്ക. ഞാൻ ഇക്കുറി നമ്മളവിടെ വാർഡിലേ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടി പറഞ്ഞാണ് ഞാൻ നിർത്തിയതാണ്. എനിക്ക് താല്പര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. നല്ല കാര്യം. ഇജ്ജ് ഏതായാലും ഓരോരോ കാര്യങ്ങൾക്ക് മണ്ടി പാടി നടക്കണതല്ലേ. നോമിനേഷൻ കൊടുത്തപ്പോ എന്നിട്ട്? നോമിനേഷൻ കൊടുത്തിട്ടൊന്നുമില്ല. എല്ലാരും കൂടി ഇരുന്നിക്കാണ്ട് ഒരു ആലോചന ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇന്ന സ്ഥാനാർത്ഥി ആയിക്കാണ്ട് ഒരു കൈയടിച്ച് പാസ്സാക്കിയൊക്കെ ചെയ്തു പോകും. എന്താ ഇപ്പൊ ചെയ്യേണ്ട വെച്ചിട്ടുള്ള അതിലാണ് ഞാൻ അപ്പാനോടൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യം ഞാൻ നിങ്ങളോട് പറയാച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അതെന്താ ഇപ്പാനോട് പറയുന്നു? അതിനിറങ്ങുമ്പോ ഇപ്പാരോടൊക്കെ ഒന്ന് പറയണ്ടേ? അത് ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഉമ്മാനോട് പറഞ്ഞേക്കണു. ഉമ്മ ഇനി ഇപ്പാനോട് പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ചെന്നിട്ട് പറയണം. ഏതായാലും ജയ് നിന്ന് ജയിച്ചട്ടെ. ഇപ്പൊ മെമ്പറൊക്കെ ആയാലേ നല്ല മെച്ചാണ്. ശമ്പളവും ബോണസും 5 കൊല്ലം നല്ല കുശാലാണ്. പെരൊന്ന് പച്ച പിടിച്ചോളും. അത് മോനൊക്കെ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞമ്മക്ക് പൈമൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. അല്ലെങ്കിലും ഞാൻ നമ്മളെ വാർഡിലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുക്കലുണ്ട്. അപ്പൊ അത് കൂടി മെമ്പറും കൂടി ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി ഉസാറായിട്ട് ചെജ്ജാലോ എന്നുള്ള ചിന്തയിലാണ് ഞാനിപ്പോ ഇതിന് ഇറങ്ങിയിട്ടുണ്ടത്. ജയിച്ചണം, അതാണ് ഇപ്പൊ ഇനി ആവശ്യം. ഇപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോ ജയിച്ചാതിരുന്നാൽ അതൊരു മോശമാണല്ലോ. അത് എന്തായാലും ജയിച്ചോടാ. ഞാൻ പ്രാർത്ഥിച്ചും ചെയ്തോളാം. ഇജ്ജ് അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ മണ്ടി പാഞ്ഞ് നടക്കണതല്ലേ. അന്ന ആൾക്കാർക്കൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ എന്തായാലും ഇജ്ജ് ജയിച്ചു. ഞാൻ ഈ വർത്താനം പറഞ്ഞിരിക്കല്ല, വേറെ കുറെ സംഗതികൾ ചെയ്യാണ്ട്. ഞാൻ പോട്ടെന്നാ കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മാനോക്ക, അത് നിങ്ങളെ പെങ്ങളെ കുട്ടിയല്ലേ? ആടാ, അതിന്റെ പെങ്ങളുട്ടിയാണ്. ഓനെ കുറി ഓല നാട്ടിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ അത് അമ്മോൻ കാക്കാനോടൊന്ന് പറയാച്ചിട്ട് വന്നതാണ്. ആ, അമ്മോങ്കാക്കാന്റെ അടുത്തേക്ക് അനുഗ്രഹം ഭാവം വന്നതാണല്ലേ? കൊലച്ചതിയാണ് എന്നോട് ചെയ്തത്. ഇങ്ങളും പാർട്ടി 5 കൊല്ലായിട്ട് ഈ വാർഡിലെ നമ്മളെ പാർട്ടിക്ക് വേണ്ടി അങ്ങനെ പ്രവർത്തിച്ച ആളാണ്. ഇപ്പൊ നിങ്ങൾ നമ്മൾ ഒറ്റപ്പെടുത്തി. ഇങ്ങൊക്കെ അറിയണല്ലോ അത്. ഈ വാർഡിൽ മാക്സിമം വോട്ട് ചെയ്യാൻ ചേർത്തി എന്തുമാതിരി പണിയെടുത്തു ഞാൻ അവിടെ ഈ പാർട്ടിക്കും വേണ്ടിയാണ്. എന്നിട്ട് ആ തക്കത്തിൽ ഞാൻ എന്റെ മകൻ കാശ്മീരിലേക്ക് അറിയില്ലേ, ഓൻ്റെ അടുത്ത് ഞാനും പെണ്ണുങ്ങളൊന്ന് പോയി വന്നപ്പോ നിങ്ങൾ ആ സീറ്റ് ഉമ്മറാജിന്റെ മകനാണ് കൊടുത്തു. ഇന്റെ അടുത്ത് നല്ലൊരു തെറ്റ് പറ്റി. ഇജ് ക്ഷമിക്ക്. എല്ലാരും കൂടി വന്നിക്കാണ്ട് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഓലപ്പം നിന്നു എന്നുള്ളത് ശരിയാണ്. നിങ്ങളെ ഓലെ കാണുമ്പോ ഓലെ ഭാഗം നിൽക്കുക, ഇന്നെ കാണുമ്പോ ഇന്റെ ഭാഗം നിൽക്കുക. നിങ്ങൾ ഇന്നെ കൊണ്ട് എന്താ കണ്ടിക്കണേ അത് പറയും. ഹരിദാസ, ഞാനൊരു പണി പറഞ്ഞുതരാം. ഇജ് ഇവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കേ. അതിനെന്താ, ഞാൻ മത്സരിക്കാം. മറ്റേ പാർട്ടിന്റെ പിന്തുണ എനിക്ക് വേണ്ടി വരും. എന്താ ഹരിദാസ ജി രാഷ്ട്രീയം അറിയാത്ത മാതിരി പറയുന്നുണ്ട്? എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തി പ്രചരണവും തുടങ്ങി. പിന്നെ എങ്ങനെ പാർട്ടിന്റെ പിൻബലം കിട്ടുക? ഇങ്ങനെ ആളെ കളിയാക്കുക. എന്തോ കളിക്കാക്കൾ നിൽക്കാൻ പറഞ്ഞ എന്നോട് പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ. മറ്റേ പാർട്ടിക്കാർ ഒളിക്ക് വെച്ചു, നമ്മുടെ പാർട്ടിക്കാർ ഉമ്മറാജിന്റെ മകനും ചോദിച്ചു.
എന്റെ പേരല്ല 5 വോട്ട് ഇട്ടു അതിനാ അനക്ക് എന്റെ പേരത്തെ 5 വോട്ട് തന്നെ കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. ഇജ്ജ് ബെഗണ്ട, നാളെ രാവിലെ തന്നെ പോയിട്ട് നോമിനേഷൻ കൊടുക്കുക. അവസാന ഘട്ടത്തിൽ അത് പിൻവലിക്കുക. 5 കൊല്ലം പഞ്ചായത്ത് എന്താണോ കിട്ടേണ്ടത് അതെനിക്ക് ഞാൻ മറാജിന്റെ അതിലേറെ വാങ്ങിത്തരാം. അതിപ്പോ എങ്ങനെയാ? നാളെ പറഞ്ഞാൽ എനിക്കൊരു മോശത്തരല്ലേ? അത് പൈസക്കും വേണ്ടി ഞാൻ ചെയ്ത മാതിരിയാവില്ലേ? ഇജ്ജ് നോമിനേഷൻ കൊടുത്താലേ എന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. പിന്നെ ഉമ്മറാജ് എന്നെ കാണാൻ വരൂല, ഇന്ത്യയിലത്തെ വരുള്ളൂ. അപ്പൊ കിട്ടണമായൊരു ഉമ്മറാജിനെ പിജണം. ഇന്ത്യയുടെ അടിയിലൊന്ന് കാണേണ്ടി വരും കേട്ടോ. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. കത്തിണ പേരക്ക് ഊരിനെ കയക്കോലാവുന്ന നരി നിങ്ങൾ മാക്സിമം ഉമ്മറാജിനാണ് പിഴിഞ്ഞാളി. പക്ഷെ പൈസേന്റെ കണക്ക് വരുമ്പോൾ കൃത്യമായിട്ട് പൈസ കിട്ടിയെങ്കിലേ ഈ ഹരിദാസൻ നോമിനേഷൻ പിൻവലിക്കുള്ളൂ. പിന്നെ പൈസേന്റെ കാര്യത്തിൽ കടകുടെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ജീപ്പിൽ മൈക്കെട്ടിയാണ്ടേ നിങ്ങളതിന്റെ പിന്നിൽ ആളുകളെ നാട്ടിക്കും ഞാൻ. അങ്ങനൊന്നും ഉണ്ടാവൂല. പിന്നെ വേറൊരു ന്യൂസും കൂടി കേൾക്കുന്നുണ്ട്, നമ്മളെ ഇമ്രാജിന്റെ ചെക്കൻ ഇവിടെ തോൽക്കുന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇജ്ജ് ഇന്നാലും തോൽക്കും. അതിലേറെ നല്ലപ്പോ ഈ ഡീലിംഗ് ആണ് നമുക്ക്. എന്താ പറയണത്? പാർട്ടിന്റെ സ്ഥാനാർത്ഥി തോൽക്കുക? അയാൾ ഇവിടുത്തെ നാട്ടിലെ പ്രമാണിയല്ലേ? ഓരോ കുടുംബത്തിൽ വോട്ട് കിട്ടിയാൽ മതി ഓൽക്ക് കേൾക്കാൻ. കുടുംബ വോട്ട് ഉണ്ടാണ് ഒലക്കര മൂട് വിട്ടു. ആ ഇമ്മറാജിന്റെ ചെക്കൻ ഓരോരോ കാറ് മാറി ഏസിയിൽ ആണ്ടും കൊണ്ടും ഇങ്ങനെ കറങ്ങാണ്. ഇതൊന്നും ഇപ്പത്തെ ആൾക്കാർക്ക് പറ്റൂല. ആ ബീരാന്റെ ചെക്കല്ലേ ഓരോരോ കാര്യത്തിന് ഓടി നടന്നുകൊണ്ട് ഓരോരോ പേപ്പർ ശരിയാക്കലും ഓൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കലാണ്. ആ ചെക്കന് ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പാണ്. ഇമ്മറാജിന്റെ ചെക്കൻ തോറ്റു തുന്നം പാടും. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തിനാ തന്റെ ഉമ്മറാജിനെ നിർത്താൻ പോയത്? ആ അബ്ബാസ് ജജിനമാരൊക്കെ ഞാൻ ഈ വാളി ജജിനല്ലേ? ഇന്നെ നിർത്തിയിരുന്നെങ്കിലേ സുഖായിട്ട് ജയിക്കുമായിരുന്നു. ഇജ്ജ് ജയിക്കും, പക്ഷെ എൻ്റെ അടുത്ത് ഇറക്കാൻ ചിക്കിളില്ല. ഓലടുത്ത് അതുണ്ട്. അതാണ് പാർട്ടി ഓനെ നിർത്തിയത്. ഏതായാലും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നാളെ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങൾ ചോദിച്ചേണ്ടി വരും കേട്ടോ. ഇങ്ങക്കൊക്കെ ചെങ്ങായിമാരെ വല്ല കാറ്റും ഉണ്ടോ? ആ ബീരാൻഖാന്റെ മോനെ അബ്ബാസിനൊക്കെ നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയില്ലേ? 8 നിലയിൽ പൊട്ടുങ്ങള്. അല്ല ഇജ്ജിപ്പോ അബ്ബാസിന്റെ കാര്യം പറയണേ? അബ്ബാസിന് കുറച്ച് പൈസന്റെ കുറവുള്ളൂ കേട്ടോ. ഓനൊക്കെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. നിങ്ങളെ സ്ഥാനാർത്ഥി പറ ആരപ്പോ? ആ ഉമ്മറാജിന്റെ മോനോ? ഓൻ റൂമിന്ന് പുറത്തിറങ്ങിയ ചങ്ങായെ ഇപ്പൊ പിടിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിനെ കൊടുക്കുന്നുങ്ങള് ആരോ ഓനൊക്കെ വോട്ട് ചെയ്യാ? ഉമ്മറാജിന് ഇത് പൈസ ഉണ്ട്, പണാണ്ട് ഇറങ്ങിക്കാണ്ട് വാടാണ്ട് പിടിച്ചു ഞങ്ങള്. ഉമ്മറാജൊക്കെ പൈസ വരേണ്ട ആവശ്യമില്ല, ഓരോ കുടുംബത്തിന്റെ ഉടനെ അത്യാവശ്യമുണ്ട്. എടാ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ആ പാവപ്പെട്ട ചെക്കനേന്നോ എല്ലാരും കൂടി ഓനെ പിരിയറ്റിക്കാണ്ട് വെറുതെ ഒറ്റ വോട്ട് ഓനിട്ടൂല നാട്ടിൽ നാറാൻ വേണ്ടിട്ട്. അതൊക്കെ എന്റെ തോന്നലാ മെയ്തീനെ. ഞങ്ങൾ ഓനെ നിർത്തിക്കണെങ്കിലേ സുഖസുന്ദരമായിട്ട് ജയിച്ചു കാണാൻ പോകാൻ വേണ്ടിട്ടാ. നിങ്ങൾ ആ പൈസ കൊടുത്ത് ജയിക്കുന്ന കാലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇജ്ജ് വേണമെങ്കിൽ ബെറ്റ് വെച്ചോ. എത്ര റുപ്യൊക്കെ വെക്കണ്ട എനിക്ക്? എന്ത് താമസിച്ചേ ബെറ്റിനോ? അത് ഞങ്ങൾ എത്ര റേഡിയാ താമേട്ടാ? ബെറ്റേ നാസ്തക്കാക്കിക്കാളി. എന്നാ നിങ്ങളപ്പ തിന്നാ എനിക്കും പോരാലോ. എടാ അബ്ബാസ് ജയിച്ച നാസ്ത മാത്രല്ല, ആണക്കൊക്കെ എന്താ വേണ്ടിച്ച ഫുള്ള് പള്ള നിറച്ച് വാങ്ങിത്തരും. നമുക്ക് നന്നാക്കി ഒന്ന് ആഘോഷിക്കണം. ഇവരൊക്കെ പറഞ്ഞാലേ മറ്റോന്റെ അങ്ങനെ തിന്ന് കൊഴുത്ത് വരാണ്. ദിവസം ഓനെ പിയല്ല പണി. ഒന്നാന്റെ ചെങ്ങായ ഓൻ പല ഓഫറും തരും. ഇജ്ജ് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഇജ്ജൊരു കാര്യം ചെയ്യാ, നമ്മളെ കുഞ്ഞുമോളാക്കല്ലേ ഓന് വോട്ട് ചെയ്യാൻ പറയാം എന്റെ പെരക്കാരോട് മൊത്തം. ഇജ്ജ് നാസ്തിയും ഒരു പരിപാടിയും ചെയ്യണ്ട. ഞങ്ങളെ പാർട്ടിയോട് ജയിച്ചാല് അനക്ക് ഞങ്ങളെ കൊടിയും പിടിച്ച് ഞങ്ങളെ കൂടെ പോരാൻ പറ്റുമോ? മെയ്തീനെ ഞങ്ങൾ ഓനെ നിർത്തിങ്ങനെ ജയിക്കാൻ വേണ്ടിട്ടാണ്. അഥവാ എന്റെ പാർട്ടി ഇവിടെ ജയിക്കുകയാണെങ്കിലേ താമി പകുതി മീസ പഠിച്ചാണ്ട് ഈ അങ്ങാടി കൂടെ നടക്കും. എന്നാലും എന്റെ കൊടി പിടിക്കേണ്ട ഗതിക്ക് വരൂല. താമിയ വെറുതെ വെല്ലുവിളിക്ക് നിൽക്കണ്ട. പകുതി മീശ പോയാലേ ഒരു രസമുള്ള കാണാന്. ഫിറോസജ്ജ് വലിയ വർത്തമാനം പറയണ്ട. ആൾക്കവിടെ വോട്ടില്ലല്ലോ. ഇജ്ജ് 2 ദിവസം കഴിഞ്ഞാൽ ദുബായിക്കാണ് പോകും. ഇജ്ജെ പണി വെച്ചാൽ നോക്കെ. താമേട്ടാ ഇവര് പറയണ ഒന്നും കേക്കണ്ട. ഞമ്മളെ അബ്ബാസാക്കന്നെ സൂപ്പർ. അബ്ബാസാക്കന്നെ ജയിച്ചോളൂ. ഇജ്ജ് വല്ലർത്താനം പറയണ്ട. എനിക്ക് പ്രായംപാട് ആയിട്ടില്ല. ഇജ്ജ് വോട്ട് മെഷീൻ കണ്ടിക്കണ എന്നിട്ടാണ് ഡയലോഗ് അടിച്ചാൽ നിൽക്കുന്നുണ്ട്. എന്നാ ഞാൻ എല്ലാരും കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയരുതേ. നാളെയാണ് നമ്മളെ ഇമ്രാജിന്റെ വീട്ടിൽ കൺവെൻഷൻ. നല്ല അടിപൊളി മട്ടൻ മന്തിയാണ്. താമിയെ ഇജ്ജും പോന്ന എപ്പോഴാ എന്റെ മനസ്സ് മാറിയെന്ന് പറയാൻ പറ്റൂല. അത് നിങ്ങൾ തന്നെ നക്കിക്കോളി. പിന്നെ നക്കി കഴിഞ്ഞിട്ട് ആ പ്ലേറ്റിന്റെ എണ്ണൊക്കെ ഒന്ന് പിടിച്ചോണ്ടോ. അത്ര വോട്ട് വന്നുകൂടെ നോക്കാലോ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അല്ല അപ്പൊ പറമ്പക്ക് പോവാ? അവിടെ ആ ബംഗാളിച്ചൊക്കെ തേങ്ങ ഉണ്ട്. അവിടെ പോയി വെക്കാഞ്ഞാൽ ആ വളഞ്ഞതും വെള്ളത്തൊക്കെ ഇട്ടും ഓലെ മാസം നമുക്ക് അറിയാഞ്ഞാലേ കയ്യോണ്ട് ഇറങ്ങിക്കറാന്ന് കാട്ടിയാലേ ഓലെ അങ്ങേ കൊല വെട്ടിയിടും. അല്ലാതെ ഇപ്പൊ അതിന്റെ ഒരാളെ നമുക്ക് വേറെ കിട്ടാഞ്ഞല്ലോ. നമ്മളെ കൊണ്ട് ഇപ്പൊ കഴിയൂലല്ലോ. അല്ല തെരഞ്ഞെടുപ്പിൽ കൂടെ ആണല്ലോ. അവിടെ ഇപ്പൊ സ്ഥാനാർത്ഥികളൊക്കെ ആയാ? ഞങ്ങളെ വാർഡിന്റെ കാര്യമൊന്നും പറയണ്ട. അത് SC സംവരണ വാർഡാണല്ലോ. അങ്ങനെ
ആരപ്പം ഇവിടെ സ്ഥാനാർത്ഥികള് ഒന്ന് നമ്മളെ ശങ്കരന്റെ ചെക്കനും ഒന്ന് നമ്മളെ കോരൻകുട്ടിയാണോ. നമ്മളെ കാളിന്റെ പേരക്കുട്ടി കോരൻകുട്ടി. ഓനുള്ള വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോ? മറ്റു ശങ്കരന്റെ മോനല്ലേ? ഓന് പിന്നെ കുറച്ചും കൂടി ഒക്കെ വെച്ചെങ്കിൽ തോന്നാ. ആരപ്പാട് ആരപ്പോ ജയിച്ചാന്നും പറയാൻ പറ്റില്ല. രണ്ട് പാർട്ടിക്കാരും സജീവല്ല. സജീവാണെങ്കിലേ അതിന് മറ്റേത് വേണം മണി. അതിപ്പോ രണ്ടു അടുത്ത് ഉണ്ടാവില്ല. ഇജ്ജ് പറഞ്ഞ മാതിരി തന്നെ കായൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ നടക്കുള്ളൂ. അല്ല അവിടെ ഇപ്പൊ ആരാ സ്ഥാനാർത്ഥി? ആ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ വരുന്നത്. ബീരാങ്കാന്റെ മോനും നമ്മളെ ഉമ്മറാജി ഇല്ലേ, ഉമ്മറാജിന്റെ മോനും കൂടിയാണ് ഇപ്പൊ അവിടെ മത്സരം. പക്ഷേങ്കില് അതിപ്പോ എവിടേക്ക് എത്തുമൊന്നും പറയാൻ പറ്റൂല. ഒരു വല്ലാത്തൊരു ഇടങ്ങേറിലാണ് ഇപ്പൊ മത്സരം. ഉമ്മറാജിന്റെ ചെക്കന്റെ എതിരായിട്ട് മത്സരിക്കാൻ എങ്ങനെ ബീരാങ്ക സമ്മതിക്കോ ചെക്കനെ? അതൊക്കെ തന്നെയാണ് അംസാപ്പ് പ്രശ്നങ്ങള്. ബീരാങ്കാന്റെ ആ ചെക്കനെ ആരൊക്കെ തേടി എറ്റിക്കാണ്ടേ മുന്നിൽ കിട്ടതാണ്. എങ്ങനെയാണ് ഞാൻ ബീരാങ്കാന്റെ ചെക്കൻ നിന്നാ ജയിച്ചു കേട്ടോ. ഓൻ ജനങ്ങൾക്കൊക്കെ ഒരു ഉപകാരമുള്ളവനാ. പക്ഷെ ഉമ്മറാജിന്റെ ചെക്കനെതിരായിട്ട് മത്സരിക്കേണ്ടതേ ഒരു നന്ദികേടായിരിക്കും എന്നാ എനിക്ക് തോന്നണത്. പൊന്നാർ അംസാപ്പ നന്ദികേടാന്ന് ഒരിക്കൽ പറയണ്ട. ഇജ് ഞാന് നമ്മളെ കാതിര് നമ്മളൊക്കെ ഒപ്പം അവിടെ പണിയെത്തിയെന്നല്ലേ ഈ ഉമ്മറാജിന്റെ ബാപ്പാന്റെ അടുത്ത്. അക്കാലത്ത് ആരെങ്കിലും പെരിയിൽ വല്ലതും വെച്ചിട്ടുണ്ടാക്കലുണ്ട്? ഓലെ പെരിയുന്നില്ലല്ലേ സംഗതികളും. ഈ ബീരാങ്കാക്ക് ഈ ഉമ്മറാജി കൊടുത്തതാണ് ഇപ്പം ആ പാർക്കിന് കേസിന്റെ തലം. ഞാൻ ഇരിക്കൂര ചക്ക ഉണ്ടാക്കിയതാണ്. നന്ദികേടേനാണ്. എന്നിട്ട് ജയി കാര്യം ഇപ്പൊ ബീരാങ്കാരോട് പറഞ്ഞില്ലേ? എന്നിട്ട് മൂപ്പരിപ്പം എന്താ പറഞ്ഞു? മൂപ്പരിപ്പം ആകെ മാനസികമായി തളർന്നിരിക്കുകയാണ്. പക്ഷെ എന്നോട് പറഞ്ഞു എന്താ നമ്മൾ ചെയ്യാ, കുട്ടികളിപ്പം അങ്ങനെ ചെയ്താലേ. ഏതായാലും ഉചിതമായ ഒരു കാര്യം അയച്ചു തോന്നില്ല. പിന്നെ അന്നേറ്റ് വർത്താൻ പറഞ്ഞു കേട്ട് കുറെ നേരം വെക്കി ആ ബംഗാളി ചക്കത്തൊക്കെ കാട്ടണോ? ഞാൻ പോയോ കേട്ടോ. ആയിക്കോട്ടെ. ജിന്നെങ്ങനെ നോക്കി ഇന്നാ തിന്നാതെ ചൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിക്കാ ഒഴിവുണ്ടോ? ചട 100 കൂട്ടം പണിയുണ്ട്. ഞാൻ ഉണ്ടാവുമ്പോ തിന്നു അല്ലെ ഇങ്ങനെ മകർന്ന് നോക്കിക്കൂ. ആ പജ്ജിനെ നോക്കന്നെയാണടി. ഞാനേ ഇവിടെ ഇങ്ങനെ നോക്കിക്കണം എന്നാലും ഓള് തിന്ന. ഇജിപ്പോ എവിടുന്ന വരുന്നു? അതിന്റെ കാര്യമൊന്നും പറയണ്ട. ഞാനേ അപ്പുറത്തെ വാർഡിലിപ്പോ സ്ഥാനാർത്ഥിയായിട്ട് നിക്കുകയാണേ. അതിന്റെ ഓരോ കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. അല്ല ബിന്ദു, എനിക്ക് ഈ സ്ഥാനാർത്ഥിയൊക്കെ നിക്കാ ഒഴിവുണ്ടാവുമോ? ജി ആശാ വർക്കറായി പണിക്കോവല്ലേ? അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും താത്ത. ഇത് ഈ പാർട്ടിക്കാരെല്ലാരും കൂടെ പറഞ്ഞപ്പോഴേ വേറെ ആരും നിക്കാനും ഇല്ല. അപ്പാണ് നിന്നതാണ്. അപ്പൊ ആരാ എനിക്ക് എതിരായി സ്ഥാനാർത്ഥി? അതിന്റെ കൂടെ ആശാ വർക്കർ പണി എടുക്കണേ സുബൈദയാണ്. എന്റെ ഒപ്പം പണിയെടുക്കണ സുബൈദ. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒരേ വാർഡിൽ മത്സരിച്ചാലേ നിങ്ങൾ തമ്മില് വൈരാഗ്യാവൂലേ? അങ്ങനെയൊന്നും ഇല്ലാത്ത. ഇത് രാഷ്ട്രീയല്ലേ. ഈ വോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ. മറ്റേ ബന്ധം അത് എന്നും ഉണ്ടാവും അതേപോലെ തന്നെ. എന്നാലും സുബൈദാനിങ്ങാട്ടിലൊക്കെ ബന്ധം നാട്ടുകാരായിട്ട് ഇജ്ജാണടി. അല്ലാത്ത നിങ്ങളെ കുടുംബക്കാരൊക്കെ അല്ലേ ആ വാർഡില്? ഓലോടൊക്കെ ഒന്ന് പറയോണ്ട് കേട്ടോ വോട്ട് ചെയ്യാന്. ആടി ഞാൻ അതൊക്കെ പറയണ്ട. ഇളച്ചിയാളൊക്കെ ആ വാർഡിലാണല്ലോ. ഇജ്ജ് എന്തിനാ ആ വാർഡിൽ പോയി നിന്നു? നമ്മളെ വാർഡിൽ തന്നെ മത്സരിച്ചുകൂടെ? ഞങ്ങക്ക് ഈ വാർഡ് ആണുങ്ങളെ വാർഡാണ് അത്ത. അപ്പുറത്താണ് പെണ്ണുങ്ങളെ വാർഡേ. അതുകൊണ്ട് തന്നെ അവിടെ നിർത്തിയത്. അല്ല നിങ്ങൾ അബ്ബാസ് മത്സരിക്കുന്നുണ്ടോ? അവിടെ പറയണ കേട്ടല്ലോ ഒന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞേക്കുണ്ട്. ഓനെ കൂട്ടുകാരന്മാരൊക്കെ കൂടി ആക്കിയതാണ്. അതിനാണെങ്കിലോ ഞങ്ങ വാപ്പ ചീത്ത അറിയുന്നുണ്ട് ഓനെ. എന്താ അതിന് ഇടങ്ങേറാവാളേ? ഓനാണെങ്കിൽ നാട്ടുകാർക്കും വേണ്ടിയിട്ട് നല്ലോണം സഹായം ചെയ്യുന്ന ആളുമല്ലേ. ഇത് ജയിച്ച് മെമ്പറായിച്ച നല്ലൊരു കാര്യല്ലേ. ഓൻ സ്ഥാനാർത്ഥിയായി നിക്കണീന് ജയിച്ച് ഒരു ഇറച്ചിലൊന്നുമില്ല. ഞങ്ങളെ വാപ്പാക്കാണ്. കാരണം എന്താന്നറിയിച്ച് ആ ഉമ്മറാജിന്റെ മോനാണ് ഓൻ എതിർ സ്ഥാനാർത്ഥിയായി നിക്കണത്. അതുകൊണ്ട് വാപ്പാക്ക് പറ്റണില്ല. ഉമ്മറാജിന്റെ മോനാണ് വെച്ചിട്ട് എന്താന്ന്? ആ ചെക്കനാണെങ്കിൽ മനുഷ്യന്മാരോടും ഉണ്ടാത്ത ഒരു സാധനമാണ്. ഓല് കാറിൽ വരിക, കാറിൽ പോവുക, അങ്ങനെ. അബ്ബാസ് നിന്നുണ്ടെ അബ്ബാസ് ജയിക്കുന്ന്. അസ്സലാമലൈക്കും. അലൈക്കും സലാം. അങ്ങോട്ട് കാര്യക്കാ വീരാനെ. എവിടേക്കും ഇറങ്ങിയിട്ടില്ലേ? അല്ല. എത്ര വർത്താനം? സുഖതനല്ലേ? കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, സുഖാണ്. മയമുട്ടിയുടെ കുടിയിൽ വന്നിരുന്നു. ഓൻ നിങ്ങൾ പറഞ്ഞയച്ച കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ഏതായാലും ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നു. ആ കാര്യച്ച് എന്നോട് പറയാനും മടിയുണ്ട്. ഇന്റെ ചെറുക്കനെ പൂതി വെച്ചുകാണ്ട് അതിന് കുപ്പായിട്ട് നിൽക്കുകയാണ്. ഇന്റെ ചെക്കൻ അതിന് പൂതി വെച്ച് കുപ്പായിട്ടതൊന്നും അല്ല. എല്ലാരും കൂടി കൂടിക്കാണ്ട് ഓനുണ്ടാക്കിയതാണ്. അതിൽ അതിലാണ് നിന്നതാണ്. ഓന്റെ ആൾക്കാരെ കണക്കിലേ ഓൻ നിന്നാ ജയിച്ചു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഓന്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? എന്തേലും നാട്ടിലെ കാര്യത്തിന് മണ്ടി അടുന്ന് അതിന് മരിച്ചു. അങ്ങനത്തെ ഒരാളാണല്ലോ ഓന്. അത് കണ്ടിട്ടേക്കാരെ ഓനാക്കിയിട്ടുണ്ടാകുക.
അല്ലാതെ ഇപ്പൊ വേറൊരാൾ ആ പാർട്ടിയിൽ അങ്ങനത്തെ ഇല്ലല്ലോ. അതൊക്കെ എനിക്കറിയാം. ഇന്റെ ചെറുക്കനെതിരെ അന്റെ ചെറുക്കൻ നിന്നാലേ ഇന്റെ ചെറുക്കൻ തോൽക്കും. അതാണ് എനിക്ക് കിട്ടിയ വിവരം. അഥവാ എന്റെ ചെറുക്കൻ തോറ്റാലേ ഇന്റെ നാട്ടുകാരുടെ ഇടയിലും കുടുംബക്കാരുടെ ഇടയിലോ എല്ലാവരുടെ ഇടയിലും ഞാൻ മാനം കെടും. അതുകൊണ്ട് ഇജ്ജെ എന്റെ ചെറുക്കനോട് ഒന്ന് പിൻവലിച്ച് തരാൻ പറയണം. അതിന് എന്താ വേണ്ടത് വെച്ചാ ബീരാന് ഞാനത് ചെയ്തുതരാം. എത്താ നിങ്ങൾ ഈ പറയേണ്ടത്? ഈ പെരീന്ന് കഞ്ഞുടിച്ച് വളർന്നാണ് ഞാൻ ഇപ്പൊ പാർക്കേണ്ട സ്ഥലം നിങ്ങളെ വാപ്പച്ച് തത്തതാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരേ? ഈ ചെയ്തെന്നത്തോളം മതി. ഇന്റെ ചെക്കനെ നിങ്ങളെ ചെക്കനെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കൂല. അത് ബീരാന്റെ വാക്കാണ്. ഇച്ചത് കേട്ടാ മതി. ഇജ്ജ് പറഞ്ഞിട്ട് നിന്നതല്ല ഓനെ എന്നുള്ളതേ എന്റെ മനസ്സിലായി തന്നെ ഞാൻ വിചാരിച്ചേക്കും. ആ കാര്യത്തിൽ നിങ്ങളെ മനസ്സ് വേദനിച്ച് നിൽക്കണ്ട. എന്റെ മോൻ ഇതിനു വേണ്ടി കുപ്പായിട്ട് അന്ന് മുതലേ മനസ്സുകൊണ്ട് എനിക്ക് ഉറക്ക് വന്നിട്ടില്ല. നിങ്ങളെടുത്ത് വന്നുകാണ്ട് ഈ കാര്യങ്ങളൊന്ന് പറയായിട്ട് നിങ്ങളെ മക്കൾക്കെതിരെ നിങ്ങൾക്കെതിരെ നിങ്ങളെ കുടുംബത്തിനെതിരെ ഇന്റെ പെരീന്ന് ഒരാളിഞ്ഞ് സ്ഥാനാർത്ഥി കുപ്പായ ഇടൂല. ഈ പെരീന്ന് കഞ്ഞുടിച്ച് വളർന്നതാണ് ഞാൻ. അതുകൊണ്ടേ ഞാനും എൻ്റെ കുടുംബവും മരണം വരെ നിങ്ങൾക്കൊരു നന്ദികേട് ചെയ്യൂലട്ടോ. പൊന്നാര മക്കളെ, ആരോടും നിങ്ങളൊരു നന്ദികേടും കാട്ടരുത് കേട്ടോ. രാഷ്ട്രീയമാണ്, പഞ്ചായത്ത് ഇലക്ഷനാണ്. പല സ്ഥാനാർത്ഥികളും നമ്മളെ മുന്നിൽ വരും. ഓരോടൊക്കെ നല്ല രീതിയിൽ ചിരിച്ച് കളിച്ച് വർത്താനം പറയാം. നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒപ്പം നടക്കേണ്ട ആൾക്കാർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയക്കും പതാനും കൂടിക്കാണ്ടേ നമ്മൾ തെറ്റിപ്പിരിയരുത്. രാഷ്ട്രീയം എന്നാണ് കജ്ജും. നാളെ നമുക്ക് ഇവരൊക്കെ കാണാനുള്ളതാണ്. സ്ഥാനാർത്ഥി ഏതായാലും ചിഹ്നം ഏതായാലും മത്സരിച്ചിട്ട് ആരായാലും ഞമ്മക്കും നമ്മളെ വാർഡിനും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉറപ്പുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഓൽക്ക് ചെയ്തോളൂ നിങ്ങളെ വോട്ട്. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.